ഹായ് എവരി വൺ, മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൊണ്ടാട്ടം മുളക് വെച്ചിട്ട് നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഒന്നുണ്ടാക്കി നോക്കിയാലോ? ഇത് യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കൊണ്ടാട്ട മുളക് ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത്. ഈ മുളക് അമ്മ നാട്ടിൽ ഉണ്ടാക്കി കൊടുത്തയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പോ എരിവോ അധികം ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്തായാലും ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി കോൺഫ്ലോറും മൈദയും ഒരേ അളവിലെടുത്തിട്ട് അതിലേക്ക് ഉപ്പും കാശ്മീരി ചില്ലി പൗഡർ, ചിക്കനിലേക്ക് വറക്കാൻ ആവശ്യമുള്ള കാശ്മീരി ചില്ലി പൗഡറും ടേബിൾ സ്പൂൺ കൊണ്ട് ഒരു സ്പൂൺ സോയാ സോസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഒന്ന് കൈവച്ച് തിരുമ്മിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ പീസസ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മസാലയും അതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഈ റെസിപ്പി ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ നോർമൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിൽ വേണ്ടത്. ചുവന്നുള്ളി, വെളുത്തുള്ളി, അങ്ങനെ എല്ലാതും. പക്ഷേ മുളക്, നമ്മൾ ഉണക്കമുളക് ക്രഷ്ഡ് ചില്ലി ചേർക്കുന്നതിന് പകരമായിട്ട്, ഉണക്കമുളക് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലിയോ ചേർക്കുന്നതിന് പകരമായിട്ട് കൊണ്ടാട്ടമുളകാണ് എടുക്കുന്നത് എന്നുള്ള വ്യത്യാസമേ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കൊണ്ടാട്ടമുളകിന് നല്ല എരിവുണ്ടായിരിക്കും, എരിവും കൂടുതലായിരിക്കും, അതുപോലെ നല്ല ഉപ്പുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രേവിയിൽ ഇത് ചേർക്കുമ്പോൾ മുളക് ക്രഷ് ചെയ്ത് ചേർക്കുന്ന സമയത്ത് ഉപ്പ് ശ്രദ്ധിക്കണം. ഗ്രേവിയിലേക്ക് അതിൽ അധികമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കൊണ്ടാട്ട മുളകൊന്ന് വറുത്തെടുക്കണം. നന്നായി കരിഞ്ഞു പോവരുത്. നന്നായി ഒന്ന് ചൂടാക്കി ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അത് മാറ്റി വെച്ച് ചൂടാറുമ്പോൾ നമുക്കത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് മാറ്റി വെച്ചിട്ടുള്ള ആ എണ്ണയിലേക്ക്, പാൻ ചൂടായിട്ട് നമ്മൾ അതിലേക്ക് വറുത്തല്ലോ, ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ ചിക്കനും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തയക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ വളരെ കുറച്ച് എരിവ് ഉണ്ടാവുള്ളൂ. അതായത് ഒരുവിധമൊക്കെ അതിൻ്റെ ഉള്ളിൽ അരിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഉപ്പും അധികമായിട്ട് ഇടാറില്ല. പിന്നെ നന്നായിട്ട് ഉണങ്ങിയൊക്കെ വരുന്നത് കൊണ്ട് കുറച്ച് അധികം തൈരിലൊക്കെ ഇട്ടിട്ട് തന്നെയാണ് അമ്മ, കുറച്ച് അധികം പ്രാവശ്യം തൈരിലൊക്കെ ഇട്ടിട്ടാണ് ഉണക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഒരു ചെറിയ നെയ്യിൻ്റെ ടേസ്റ്റ് പോലെ അത് വറക്കുമ്പോൾ വരുന്നത് പോലെ തോന്നും നമുക്ക്. അപ്പോൾ ചിക്കനൊക്കെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞ് എല്ലാം കൂടി ഒറ്റ ട്രിപ്പിന് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഒരു സൈഡ് വറന്ന് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കനൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മളത് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നു. അത് രണ്ടും ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. സാധാ മറ്റു റെസിപ്പി പോലെ തന്നെ വഴന്ന് വരണം. നന്നായി കരിഞ്ഞു പോരുത്, ഒരുപാട് വാടിപ്പോവരുത്. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടത്തിന് വേണ്ട അടുത്ത മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് സോസാണ്. അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊരു ഗ്രേവി ടൈപ്പിൽ, കുറച്ചൊരു ലൂസ് ഗ്രേവി ആവണം. എന്നാലാണ് ആ വറുത്ത ചിക്കനൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഈ ഗ്രേവി ആ ചിക്കനിലേക്കും കൂടി പിടിക്കും. ഇനി നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. അത് ഓൾറെഡി ആണല്ലോ, നമ്മൾ വറുത്തിട്ടാണല്ലോ പൊടിച്ചത്. കൊണ്ടാട്ടമുളക് പൊടിച്ചതാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം ഞാൻ ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു. കറിവേപ്പിലയും കൊണ്ടാട്ടമുളക് വറുത്തതും ഒന്ന് പകുതി പൊട്ടിച്ചിട്ട് അതിന് മുകളിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രേ ചെയ്യാനുള്ളൂ. നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം നോർമൽ ആണെങ്കിൽ ഈ കൊണ്ടാട്ടം മുളക് ഇടുന്നതിന് പകരമായിട്ട് നമ്മൾ വറുത്ത ഉണക്കമുളക് ഉണ്ടല്ലോ, എരിവ് കുറഞ്ഞ കാശ്മീരി ഉണക്കമുളക് ക്രഷ് ചെയ്തിട്ട് ചേർക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഇത് നാട്ടിലുണ്ടാക്കിയിട്ടുള്ള കൊണ്ടാട്ടമുളക് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ.